ഹായ് ഹലോ ഗൗരി സൺ കിച്ചൺ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചോറ് പാത്രത്തിൽ ഇതൊക്കെയാണ് സംഭവം കേട്ടോ. ചുമക്കാനുള്ള ചമ്മന്തി, പിന്നെ വഴുതനങ്ങ മെഴുക്കുവരട്ടി, മുട്ടക്രോസ് തോരൻ. ഈ മുട്ടക്രോസ് തോരൻ എനിക്കും ഇഷ്ടമല്ല, അവനും ഇഷ്ടമല്ല, പിന്നെ കൊടുത്തു വിടണമല്ലോ ഓർത്തുകൊണ്ട് വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 8:45 ആയപ്പോഴത്തേക്ക് ഇറങ്ങി. എന്നും ചേട്ടനാണ് രാവിലെ മോനെ കൊണ്ടാക്കുന്നത്. ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് മോനെ അവിടെ ആക്കിയിട്ട് പോകും. അപ്പോൾ ഇന്ന് ചേട്ടന് നേരത്തെ പോകുന്നത് കാരണം ആ ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തു. ഞങ്ങൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് സ്കൂളിലെത്തി കേട്ടോ. ഇപ്പോൾ 9 മണിയായതുകൊണ്ട് ഇത്ര ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും. 9:15 കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം ബോയ്സും ഗേൾസും ഒക്കെ ഉള്ള സ്കൂളായതുകൊണ്ടാണ്. ഹയർ സെക്കൻഡറി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം നല്ല തിരക്കായിരിക്കും അത് വഴിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. മോൻ പഠിക്കുന്നത് ഇവിടെയാണ് കേട്ടോ, ഈ ബിൽഡിങ്സിലാണ് മോൻ പഠിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് 5ാം ക്ലാസ് ഉള്ളത്. മോൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പോയി ടാറ്റയൊക്കെ തന്നിട്ടാണ് പോയത്. പോയി കഴിയുമ്പോൾ നമുക്ക് എന്തോ ചെറിയൊരു സങ്കടം ഫീൽ ചെയ്യും. അത് പോട്ടെ, അവരുടെ ഡ്യൂട്ടിയല്ലേ പഠിക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ തിരിച്ച് പോരുന്നു. മേളിൽ ചെന്ന് ടാറ്റയൊക്കെ തരുന്നത് വരെ ഞാൻ അവിടെ നിന്നിരുന്നു കേട്ടോ. തിരിച്ച് വന്നത് ഇവിടെ ഒരു കടയിൽ കയറിയിട്ട് 2 സംഭവങ്ങൾ വാങ്ങിച്ച്, ഒരു പേനയും ഒരു ഹൈലൈറ്ററും. എന്തിനാണോ എന്തായാലും ഇരിക്കട്ടെ എന്ന് കരുതി. പിന്നെ 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഫോണിൽ മെസ്സേജ് ഉണ്ടായിരുന്നു. 3 മണിയാകുമ്പോൾ സ്കൂൾ വിടുമെന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്കൂളിലേക്ക് വന്നു മോനെ വിളിക്കാൻ വേണ്ടിയിട്ട്. സ്കൂൾ വിട്ട ഉടനെ വന്നു. ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് അവന് നിർബന്ധം, അവൻ കഴിഞ്ഞ ദിവസം കഴിച്ച കുൽഫി അമ്മയ്ക്ക് വാങ്ങിച്ചു തരണം. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് 10 രൂപ മേടിച്ചിട്ട് പോയി മേടിച്ചുകൊണ്ട് വന്ന കുൽഫിയാണിത് കേട്ടോ. അപ്പോൾ കൊള്ളാമായിരുന്നു. 5 രൂപയ്ക്ക് ഈ സംഭവം സൂപ്പറാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതൊക്കെ കഴിച്ച് അവിടെ നിന്ന സമയത്ത് ഒരു കുഞ്ഞുവാവ് അവിടെ നിന്ന് കുറേ വേലയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കമ്പിൽ പിടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങുന്നത്. പെട്ടെന്ന് എനിക്ക് എൻ്റെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വന്നു കേട്ടോ. ഈ കുഞ്ഞു പിള്ളേരെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട് അല്ലേ. ഇപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൊരിപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ ഇട്ട് പിന്നെ പൊരിപ്പൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്നെ സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ, സീ യു.